ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ഇന്നൊരു ഹെൽത്ത് മിക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്ത് മിക്സാണ്. കുട്ടികൾക്കൊക്കെ ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ കുട്ടികൾക്കിത് ഒരു സ്പൂണ് രാവിലെ വെറും വയറ്റിലൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലുലുവിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് എല്ലാതും 100 ഗ്രാം 50 ഗ്രാമൊക്കെ വീതമാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഈ ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ കുറച്ച് അത്തിപ്പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മൾ ഉണക്കമുന്തിരി വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഈന്തപ്പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈന്തപ്പഴം നല്ല ക്വാളിറ്റിയുള്ള ഈന്തപ്പഴം തന്നെയാണ് വാങ്ങിയത്. പിന്നെ നമുക്ക് ഈ ഉണക്കമുന്തിരിയൊക്കെ നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അത് ആയാലും മതി. അപ്പോൾ നമ്മൾ ലുലുവിൽ പോയപ്പോൾ ഒരുമിച്ച് അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ ഇതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് ക്യാഷ്നട്ട്, പിന്നെ അതേപോലെ ബദാം, പിസ്ത, കപ്പലണ്ടി, അങ്ങനെ കുറച്ച് ഐറ്റംസ് നമുക്ക് ലുലുവിൽ നിന്ന് തന്നെ ഓഫറിൻ്റെ ഇതിൽ മിക്സ് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ആയിട്ടുള്ള ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്കിതിൽ നമുക്കിഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്കിതിലേക്ക് എടുക്കാം. അതേപോലെ എന്നിട്ട് നമ്മുടെ ബദാം, പിസ്ത, ക്യാഷ്നട്ട് ഇതൊന്നും നമ്മൾ ഒഴിവാക്കരുത്. അപ്പോൾ അതൊക്കെ നമ്മളിതിലേക്ക് എടുക്കണം. അപ്പോൾ നമ്മൾ ഈന്തപ്പഴം അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ ചെറുതായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാതും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ നമ്മളുടെ അത്തിപ്പഴവും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെല്ലാതും ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിത് കുറച്ച് വാങ്ങിയാലും നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്കിത് കിട്ടും. നമ്മളിതൊരു വലിയൊരു ജാറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ജാറിലേക്ക് മാറ്റി കൊടുക്കേണ്ട. പിന്നെ നമ്മളിതിലേക്ക് നമ്മുടെ ഉണക്കമുന്തിരി തന്നെ മറ്റേ വെള്ള കളറിലെ ഉണക്കമുന്തിരി ഇല്ല, അതും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ബ്ലാക്കും എടുത്തിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ വൈറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഏകദേശം ഉണ്ടാക്കിയാൽ ഒരു 2 ദിവസം നമ്മളിത് മാറ്റി വയ്ക്കണം. അങ്ങനെ നമ്മളത് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഹണി നമ്മൾ ഓൺലൈനിൽ നിന്ന് ഒറിജിനലായിട്ടുള്ള ഹണി നമ്മൾ ബുക്ക് ചെയ്തിട്ട് വരുത്തിച്ചതാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഹണി എടുക്കാറുണ്ട്. കാരണം ഹസ്ബൻഡ് രാവിലെ കഴിക്കുന്നത് ഓട്സാണ്, രാവിലെയും വൈകിട്ടും. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈൻ വഴി MSM ഹണി എന്ന് പറയുന്ന അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. നല്ല ഹണി ആണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവർ ഇതുണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് വിട്ട് തന്നിട്ട് ഒറിജിനലാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് നമ്മളത് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് ഹണി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹണി ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങി ചെല്ലണം അടിയിലേക്കൊക്കെ. അതുപോലെ തന്നെ നമ്മളിത് അപ്പോൾ തന്നെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും നമ്മൾ 2 ദിവസം വെച്ചതിന് ശേഷമാണ് നമ്മളത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ബോട്ടിൽ ഏകദേശം കുറച്ച് മാത്രം ബാക്കി വെച്ചിട്ട് ഫുള്ള് പിന്നെ ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ഇതേപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇതുപോലെ മിക്സാക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മളിത് കുട്ടികൾ കാണാതെയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോയ ആ ഒരു ടൈമിലാണ് നമ്മളിത് ഉണ്ടാക്കിയത്. പിന്നെ നമ്മളിത് 2 ദിവസത്തിന് നമ്മളിത് മാറ്റി വെക്കണം. എന്നാലാണ് നമ്മുടെ ആ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് നമ്മുടെ ആ ഹണിയൊക്കെ നന്നായിട്ട് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ എന്താ പറയുക, ആ ഒരു ഗുണം അതിന് കിട്ടണമെന്നുണ്ടെങ്കിൽ 2 ദിവസം ഇതേപോലെ ഒന്ന് മാറ്റി വെക്കണം. അപ്പം നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന ആ കുറച്ച് ഹണിയും കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു കുറവ് പോലെ തോന്നിയപ്പോൾ. അങ്ങനെ ഇത് നന്നായിട്ട് നമുക്ക് ഈ പാത്രം ഒന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് മാറ്റി വെക്കാം. ഇപ്പോൾ എക്സാമൊക്കെ ആണല്ലോ കുട്ടികൾക്ക്. അപ്പോൾ ഇത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഇവിടെ കുട്ടികളിത് കഴിക്കാറുണ്ട്. നമുക്ക് ഓവറായിട്ട് ഇത് കഴിക്കാൻ പറ്റില്ല, കാരണം ഇതിന് തേനുള്ളത് കൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ ആ ഒരു തേനോടുകൂടി ചേർത്ത് വേണം നമ്മളിത് എടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടികളെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതാ ഇങ്ങനെയാണ്
ഇതുണ്ടാവുക. അപ്പോൾ ഇതേപോലെ ഒരു സ്പൂണ് നമ്മൾ എന്നും രാവിലെയും വൈകിട്ടും കഴിക്കുന്നത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും വളരെ നല്ലതാണ് വെറും വയറ്റിൽ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു ഹെൽത്ത് മിക്സ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുക. താങ്ക് യു.